നമസ്കാരം. ഇലോൺ മസ്കിന് മതിയായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയം കളിച്ചാൽ കച്ചവടം പൊളിയുമെന്ന് ഉറപ്പായി. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ അധികാരം ഏറ്റതിനു പിന്നാലെ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അതായത് ഡോജിൽ നിന്ന് തലവനായ ഇലോൺ മസ്ക് പുറത്തേക്കെന്ന് റിപ്പോർട്ടുണ്ട്. രാജ്യാന്തര മാധ്യമമായ പൊളിറ്റിക്യൂ ആണ് ഇലോൺ മസ്ക് ഡോജിൽ നിന്ന് പടിയിറങ്ങുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവന്നത്. സർക്കാർ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുന്നതിനും വിവിധ US ഏജൻസികളെ പിരിച്ചുവിടുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ട്രംപിന്റെ അടുത്ത അനുയായിയായ മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി ഡോജിന്റെ തലപ്പത്ത് നിയമിച്ചതെന്ന് പറയുന്നു. എന്നാൽ ആഗോളതലത്തിലെ ബിസിനസ് ഭീമനായ മസ്കിനെ കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായി. ബിസിനസ്സുകൾ പലതും ഇടിഞ്ഞു തുടങ്ങി. ട്രംപിനോടുള്ള വിരോധം പലരും മസ്കിനോടും തീർത്തു. യൂറോപ്യൻ യൂണിയനിലുമൊക്കെ മറ്റും ഇത് പ്രതിഫലിച്ചു. ഇതോടെ മസ്ക് പിന്മാറുകയാണെന്നും ഇലോൺ മസ്കിന്റെ രാഷ്ട്രീയപരമായ നിലപാടുകൾ, ടെസ്ലയുടെ മോഡലുകളെ കുറിച്ചുള്ള വിമർശനങ്ങളും മറ്റു കമ്പനികളുടെ ശക്തമായ മത്സരവും ടെസ്ലയുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടെസ്ല ഭാവിയെ അപകടത്തിലാക്കിയേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ സർക്കാർ കാര്യക്ഷമത വകുപ്പ് ചെയർമാൻ സ്ഥാനമാണ് ഇതിന് കാരണമെന്നും മസ്ക് വിലയിരുത്തിയിട്ടുണ്ട്. 2008 ആദ്യത്തെ ടെസ്ല റോഡ്സ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ലോക ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള രീതിയിൽ തന്നെ ഇതിന്റെ നിലപാടുകൾ ടെസ്ലയ്ക്ക് തിരിച്ചടിയായി. 2024 ടെസ്ലയുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവുമുണ്ടായി. ഓഹരി വിലയും കുത്തനെ ഇടിഞ്ഞു. അമേരിക്കയിലും ജർമ്മനിയിലും ടെസ്ല ഷോറൂമുകൾ ആക്രമിക്കപ്പെടുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു. ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, മസ്കിന്റെ വിവാദപരമായ പ്രസ്താവനകൾ, ടെസ്ല ബോർഡുകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ, മറ്റ് കമ്പനികളുടെ മത്സരം, ഇലക്ട്രിക് കാറുകളോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം എന്നിവയാണ് ടെസ്ലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്നാണ് എന്നാൽ ഇവർ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് എതിർപ്പ് ടെസ്ലയോടും കാണിക്കുന്നുണ്ട്. യൂറോപ്പിൽ ടെസ്ലയുടെ വിൽപ്പന 40% കുറഞ്ഞു. ജർമ്മനിയിൽ ഇത് 70% വരെയായി കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മസ്ക് പതിയെ ഔദ്യോഗിക പദവി വിടുന്നതെന്ന് പറയാം. ഇതിനിടെ മസ്കും ട്രംപും തമ്മിൽ തെറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ രണ്ട് കൂട്ടരും സ്ഥിരതരാണെന്നും സ്ഥിരീകരിക്കാനാണെന്നും നൽകുന്നില്ല. ഇലോൺ മസ്ക് ഉടൻ തന്നെ സർക്കാർ പദവിയിൽ നിന്നും പിന്മാറുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റ് അംഗങ്ങളോട് മറ്റ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞതായും പൊളിറ്റിക്കോ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോജിലെ തന്റെ പ്രവർത്തനങ്ങൾ തന്നെ അവസാനിപ്പിച്ച് മസ്ക് ഉടൻ തന്നെ തന്റെ ബിസിനസ് രംഗത്ത് നിന്ന് മടങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ പറയുന്നത്. എന്നാൽ മസ്ക് തന്നെ ഡോജ് വിടുമെന്ന് വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങളുമായി മസ്ക് ബന്ധപ്പെട്ടവരും ഇതുമായി പ്രതികരിച്ചിട്ടില്ല. പൊളിറ്റിക്കോ റിപ്പോർട്ട് പുറത്തുവരുന്നതിന് പിന്നാലെ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനികളുടെ ഓഹരികൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന വിൽപ്പന രംഗത്ത് 2% ഇടിവ് രേഖപ്പെടുത്തിയതിനും ടെസ്ലയുടെ ഓഹരികൾ 3% വരെ ഉയർന്നതിനെ കുറിച്ചും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്.